ഒരു ഗുണ്ട അങ്ങാടിയിൽ തോറ്റതിന്റെ വാർത്തയിലേക്കാണ്. കൊല്ലത്ത് അസഭ്യം വിളിച്ചതിന് യുവതി പരാതി നൽകി. അതിന്റെ വൈരാഗ്യത്തിൽ യുവതിയുടെ ഭർത്താവിനെ മർദ്ദിച്ചു. സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയും കാപ്പ ചുമത്തി നാടുകടത്തിയ ആളുമായ വിളക്കുംപാറ സ്വദേശി സുനിലിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആയിരനല്ലൂർ സ്വദേശി ബിജുവിന്റെ ഭാര്യയെ സുനിൽ അസഭ്യം പറഞ്ഞു. തുടർന്ന് ബിജുവിന്റെ ഭാര്യ എരൂർ പോലീസിൽ പരാതി നൽകി. ഇതാണ് വൈരാഗ്യത്തിന് കാരണം. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയോടുകൂടി വിളക്കുപാറ ജംഗ്ഷനിൽ വെച്ച് ബിജുവും സുനിലും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീടത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇതിനിടെ സുനിൽ വാഹനത്തിൽ കരുതിയിരുന്ന കമ്പി വടികൊണ്ട് ബിജുവിനെ ക്രൂരമായി മർദ്ദിച്ചു. പിന്നാലെ സ്ഥലത്തുണ്ടായിരുന്ന ബിജുവിന്റെ സുഹൃത്തുക്കൾ സുനിലിനെ പിടികൂടുകയും ഏരൂർ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സുനിൽ വീണ്ടും നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കി. വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഷൈൻ ബാബുവിന്റെ വീട്ടിലെത്തി വീടിന്റെ ജനൽ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ഷൈൻ ബാബു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. ചങ്ക എന്ന പേരിലാണ് സുനിൽ ക്രിമിനൽ ലോകത്ത് അറിയപ്പെടുന്നത്. എന്റെ വീട്ടിൽ ഭാര്യയും അമ്മയും കുഞ്ഞുമാണ് ഉള്ളത്. അവിടെ എത്തി ഷൈൻ ബാബു അവിടെ ഉണ്ടോ, അവരെ ഞാൻ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കഥയിൽ ചവിട്ടുകയും കഥ അവർ പേടിച്ച് തുറക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ജനൽ ചില്ലകൾ അടിച്ചു പൊട്ടിക്കുന്ന അടക്കം സാഹചര്യം ഉണ്ടായി. അതിനുശേഷം എൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു കസേര എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അവരെ വെട്ടിക്കൊന്നിട്ട് ഞാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ പൊതുജനങ്ങൾ വന്നു. ഞാൻ അവിടെ ഇല്ല. പൊതുജനങ്ങൾ വന്നു, അയാളെ പറഞ്ഞു വിട്ടു. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും പോലീസ് അയാളെ വന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൗൺസിലറുടെ പരാതിയിൽ വീണ്ടും സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലാകുമ്പോൾ സുനിലിന്റെ കാലിന് പരിക്കേറ്റ നിലയിലായിരുന്നു. കൗൺസിലറും CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ചേർന്ന് മർദ്ദിച്ചെന്നാണ് അറസ്റ്റിലായ സുനിലിന്റെ പരാതി. സുനിലിന്റെ പരാതിയിൽ കൗൺസിലർ ഷൈൻ ബാബുവിനും CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കുമെതിരെ പോലീസ് കേസെടുത്തു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.